എന്നെ കാണാനോ സംസാരിക്കാനോ അവർ സമ്മതിച്ചില്ല. എൻ്റെ ഭർത്താവിനെയും ചേച്ചിയുടെ മക്കളെയും ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ഞങ്ങൾ തകർന്നു പോയി. എടുത്തിട്ടില്ല എന്നൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു. കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കോള് എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞ് അത് മിണ്ടാതിരിയടി എന്ന് എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞു. ജീപ്പിലല്ല കൊണ്ടുവന്നത്, അവർ ഓമനാടാളിൻ്റെ കാറിലാണ് ഇവിടെ ഞാൻ കൊടുത്ത പേപ്പർ സാർ വായിച്ചു നോക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ടായി. എന്നെ കാറിലും കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു പോലീസുകാരനെ ചീത്ത വിളിച്ചത്. ഇവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. വനിതാ പോലീസല്ല, പോലീസ്. ബിന്ദു, താങ്കൾ അന്ന് എത്ര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്? 4 മണിയാണ്. അന്ന് 4 മണി രാത്രി സംഭവിച്ചതാണ്, ചുരുക്കി പറയാമോ? 4 മണിയോട് ഞാൻ സ്റ്റേഷനിലെത്തുകയും 4 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഓമനാടാണിൻ്റെ മകളും അവിടെ ഉണ്ടായിരുന്നു. SIയുടെ അടുത്താണ് ഇരുന്നത്. ഞാൻ ഓടി ചെന്നു, കാര്യം എന്തിനാണെന്നറിയാൻ ഓടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് SI പറഞ്ഞു, ഒരു 2.5 പവൻ്റെ മാല കണ്ടില്ല, മാല കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ മാല ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ മേഡം ഉണ്ട്, ഞാൻ എന്ത് മേഡം ചോദിച്ചെന്ന് പറഞ്ഞു, എൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നത്, എൻ്റെ മാല തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. വേറൊരു വനിത വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. എന്നിട്ട് ഇനി വെളിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി വേറൊരു വനിതയിൽ നിന്ന് എന്നെ ചോദ്യം ചെയ്തു. അതിന് ശേഷം ഇനി വെളിയിൽ വന്ന ശേഷമാണ് എന്നെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയാണ് പോലീസുമാർ. അവിടെ വെച്ച് ഞങ്ങൾ തകർന്നു പോയി. എടുത്തിട്ടില്ല എന്നൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു, മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നവർ ചെവിക്കൊണ്ടില്ല. എന്നിട്ട് ഒരു 8 കൂടി എന്നെ ഈ ഓമന അഡാനിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വീട്ടിൽ പോയാൽ മാല കിട്ടും എന്ന് പറഞ്ഞ പ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവരികയും എൻ്റെ വീടെല്ലാം അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ മാല കിട്ടിയില്ല. എന്നത് എൻ്റെ വീടുമായി ബന്ധപ്പെടാൻ ഈ പോലീസ് സമ്മതിച്ചില്ല. കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കോള് എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞ് അത് മിണ്ടാതിരിയടി എന്ന് എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഒരു കോൾ ചെയ്താൽ മതി എൻ്റെ ചേട്ടൻ്റെ അടുത്ത്, ഞാൻ ഇവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടും അവർ അത് ചെയ്തില്ല. നമ്മൾ പറയും അതിനെ കേട്ടോണ്ടാൽ മതി എന്ന് പറഞ്ഞു. ദേഷ്യം ഉണ്ടായിരുന്നു. അവരമ്മയും മകളും വീട്ടിലും അവിടെ ഉണ്ടായിരുന്നു, സ്റ്റേഷനിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത്. 8 കൂടി തന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ജീപ്പിലല്ല കൊണ്ടുവന്നത്, അവർ ഓമനാടാളിൻ്റെ കാറിലാണ് ഇവിടെ അവർ 4 പോലീസ് ഉണ്ടായിരുന്നു. 2 വനിതയും 2 ആൺപോലീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായില്ല, പോലീസാണെന്നൊന്നും ആർക്കും അറിയില്ല. എന്നെ തേടി എല്ലാവരും ഓടിയിരുന്നു, എൻ്റെ ചേച്ചിയുടെ മക്കളും എൻ്റെ ഭർത്താവും. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ അറിയുന്നത് എൻ്റെ പോലീസാണെന്ന് മനസ്സിലായില്ല. ഇവിടെ വന്ന് ചേട്ടൻ കസേരയൊക്കെ പറക്കിട്ട് കൊടുത്തു. അപ്പോഴും അറിയില്ലായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞാന്ന് ചോദിച്ചു, ചേട്ടൻ ചോദിച്ചു. അപ്പം കാര്യങ്ങളൊന്നും അറിയില്ല, എന്താണെന്നാന്ന് ചോദിച്ചു. അറിയില്ലായിരുന്നു സാറ് പോലീസൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഞാനാണ് പറഞ്ഞത്, ചേട്ടൻ പിന്നെ മാല കണ്ടില്ല, ഇങ്ങനെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മാല എടുക്കില്ല. എൻ്റെ മോളും പറഞ്ഞു, എൻ്റെ ചേട്ടനും പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനെയും തിരിച്ച് കൊണ്ടുപോയി. അവർ ഓട്ടോയിലും വന്ന് എന്നെ കാറിലും കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു പോലീസുകാരനെ ചീത്ത വിളിച്ചത്. ഇവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. വനിതാ പോലീസല്ല, പോലീസ്. എനിക്ക് പേരറിയില്ല, പക്ഷെ ആളിനെ കണ്ടാൽ എനിക്ക് അറിയാം. അവിടെ ചെന്നതിന് ശേഷം എന്നെ ഇവർ 4 കൊണ്ട് വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ പോലീസുകാർ എന്നെ അടിക്കാൻ വരുന്നത്. ചീത്ത വിളിച്ച പോലീസുകാർ എന്നെ അടിക്കാൻ വരുന്നത്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ബാക്കിലോട്ടായി. അതിനുശേഷം ആ ഒരു ദേഷ്യത്തിൽ സാറ് അപ്പോൾ എൻ്റെ ബാഗ് കൊടുത്തിട്ടുണ്ടെന്ന് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയം അവിടെ വന്നിട്ടില്ല. അതിനുശേഷം ഈ വനിതാ പോലീസ് എല്ലാവരും അപ്പോഴേ കണ്ടതിനെ പിന്നെ ഞാൻ ആരെയും കണ്ടില്ല. അതിന് ശേഷമാണ് എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും കൂടി കാപ്പിയെല്ലാം വാങ്ങിച്ചു തന്നിട്ടും എന്നെ തരാൻ ഈ പ്രശ്നം തന്നെ ഉദ്ദേശിച്ച് സമ്മതിച്ചില്ല. എന്നെ കാണാനോ സംസാരിക്കാനോ അവർ സമ്മതിച്ചില്ല. എൻ്റെ ഭർത്താവിനെയും ചേച്ചിയുടെ മക്കളെയും ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയാണ് ചെയ്തത്. ഒരു പ്രതിയെ കിട്ടുമ്പോൾ നിങ്ങൾ വിഷം കൊടുത്ത് കൊല്ലുന്നതെന്നാണ് ഈ പ്രശ്നം തന്നെ ഉദ്ദേശം ചോദിച്ചത്. വാങ്ങിച്ച കാപ്പി അവർ തിരിച്ചിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒന്നും തന്നില്ല, എന്നെ ചോദിച്ചിട്ടില്ല. വെള്ളം കുടിച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോഴത്തെ ഒരു സമതലത്തിൽ എനിക്ക് വെള്ളം തന്നില്ലെന്നാണ് വെള്ളം കുടിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് തകർന്നു പോയി. അതിനുശേഷമാണ് ഈ പ്രശ്നം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ മാനസികമായിട്ട് തകർത്തിയത്.
ഇപ്പോൾ ഈ പോലീസുകാരുടെ ജോലിയും പിരിച്ചിട്ടുണ്ട്. അപ്പം അത് താങ്കളുടെ തങ്ങൾ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പിരിച്ചുകൊല്ലാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സസ്പെൻഡ് ചെയ്ത് മാത്രമേ ഞാൻ പത്രത്തിലും ഇതിലൊക്കെ ഞാൻ കണ്ടുള്ളൂ. പരാതിയായിട്ട് മുഖ്യമന്ത്രി തശ്ശീരി അടുത്ത് പോയിരുന്നു. അവിടെ എന്താണ് അനുഭവം ഉണ്ടാവുന്നത്? അവിടെ ഞാനും എൻ്റെ വക്കീലും കൂടി അവിടെ ചെന്നിരുന്നു. 3 മണിക്കാണ് നമുക്ക് പാസ് കിട്ടിയത്. അവിടെ ചെന്ന് ഇരുന്നു. അപ്പോൾ സാറ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒരു മാല മോഷണം പോയത് ഒരു കള്ളക്കേസാണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അമ്പലമുക്കൽ ഭഗവതി എന്നുള്ള ഓമന ഡാനിയൽ. അപ്പോൾ പറഞ്ഞ് മാല കാണാതെ പോയാൽ ഒരു കേസ് കൊടുക്കും, പോലീസ് പിടിക്കും. അത് കോടതി പോയോന്ന് ചോദിച്ചാൽ പറഞ്ഞു കോടതി പോയില്ല സാറെന്ന് പറഞ്ഞു. പോയില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ സാറ് ഞാൻ കൊടുത്ത പേപ്പർ സാർ വായിച്ച് നോക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് സങ്കടം വായിച്ച് നോക്കിയില്ല. അത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിപ്പോയി. അങ്ങനെ ഉടനെ ഞാൻ പറഞ്ഞു വക്കീൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനിനി മുമ്പേ ഇറങ്ങി. അതിന് ശേഷമാണ് എൻ്റെ വക്കീൽ എൻ്റെ ബാക്കിൽ വന്നു. ഞാനൊരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ഞാൻ സംസാരിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു. ഇനി ഇറങ്ങിയ ശേഷം പക്ഷേ വക്കീലിൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസമായിരുന്നു ഇത് നോക്കിയ പേപ്പർ. ബാക്കി 2 സ്ഥലത്ത് പോയപ്പോഴും രണ്ടും നല്ല വായിച്ചു. നമ്മൾ മുമ്പ് തന്നെ വായിക്കുകയും ഇന്ന് തന്നെ തലക്കെട്ടിൽ അയക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടായത്. ഞാൻ 2 ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങിയ ശേഷമാണ് എൻ്റെ വക്കീലിൻ്റെ ബാക്കിൽ നിന്ന് വക്കീലിനോട് പറഞ്ഞത് 15 ദിവസത്തിനകം ഉത്തരവാകുമെന്ന് സാറ് പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടില്ല കാര്യം. അതുകൊണ്ടാണ് എനിക്ക് മാധ്യമങ്ങളോട് ഇങ്ങനെ പറയുന്നത്. കേട്ടിരുന്നെങ്കിൽ ഞാനങ്ങനെ പറയില്ലായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ നിന്ന് റോഡിലെത്തിയപ്പോൾ എൻ്റെ ചേട്ടനോടൊരു പോലീസ് വിളിച്ച് പറഞ്ഞത് അവരെ മാല അവരെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്ന്. ആരും വിളിച്ചില്ല സാർ, ആരും വിളിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഓമന ഡാനിയിൽ നിന്നൊന്നും എന്നെ വിളിച്ചിട്ടില്ല. മുന്നിലോട്ട് പോകാൻ ചെയ്യും. 3 ദിവസം. ലാസ്റ്റ് പോയത് 19-ാം തീയതി, 14-ാം തീയതി, 16-ാം തീയതി, 19-ാം തീയതി 3 ദിവസം പോയിട്ട് പിറ്റേ ആഴ്ച പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഭവം. ഈ 3 ദിവസത്തെ ശമ്പളം തരാമെന്ന് പറഞ്ഞാണ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. എന്നെ വിളിച്ചത് രാജീവ് വെട്ടപ്പാറ. അന്ന് ഞാൻ കവടിയിലുള്ള പത്പജ എന്നുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ പേരുക്കട പോലീസ് സ്റ്റേഷൻ എന്നെ പോലീസ് വിളിക്കുന്നത്. ഇപ്പോൾ കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലിക്ക് പോയിട്ടുണ്ട് സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഓമന ഡാനിയലെന്ന് വെച്ചു. ഞാൻ അപ്പോഴേ അവരെ മകളെ ഞാൻ വിളിച്ചു. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞ് ബിന്ദുവിന് 3 ദിവസത്തെ പൈസയുമായി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മമ്മി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോകണം. ഞാൻ ചേച്ചിട്ട് ഇവിടെയല്ലേ ജോലിക്ക് വന്നതെന്ന് വെച്ചു. അതെനിക്ക് അറിഞ്ഞൂടാ, ബിന്ദു ഓടിച്ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ 35 രൂപ എൻ്റെ കയ്യിലുള്ളായിരുന്നു. വേറെ ഒരു പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഓട്ടോ വിളിച്ചാലും പൈസ ഇല്ല. അപ്പോഴൊന്ന് ബിന്ദു ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി, നമ്മൾ ഓട്ടോ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് സ്റ്റേഷനിൽ ചെല്ലുകയാണ് ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു അവിടുത്തെ.